കോൺഗ്രസ് നേതാക്കളുടെ വാഹനം പരിശോധിച്ചത് സ്വാഭാവിക നടപടിയായി കാണുന്നില്ലെന്ന് നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്. പരിശോധനകളിലൂടെ ഭയപ്പെടുത്താമെന്ന് കരുതേണ്ടെന്നും ആര്യാടൻ ഷൗക്കത്ത് 24-നോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലത്തെ നാടകങ്ങളോട് പ്രതികരിക്കാനില്ല എന്നാണ് LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ പ്രതികരണം. പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയത് മുഖ്യമന്ത്രി എന്നായിരുന്നു PV അൻവറിന്റെ ആരോപണം. എല്ലാരെ പെട്ടി നിങ്ങൾ പരിശോധിച്ചോ? ഇനിയും പെട്ടി ഞങ്ങൾ തുറന്നിട്ട് തരാം നിങ്ങൾക്ക് പരിശോധിക്കാൻ. പക്ഷെ നിങ്ങൾ പെട്ടി പരിശോധിച്ചും ഭീഷണിപ്പെടുത്തിയും പീഡിപ്പിച്ചും ഒന്നും നിലമ്പൂരിൽ ഇടതുപക്ഷത്തിന് ജയിക്കാൻ കഴിയുമെന്ന് ഇടതുപക്ഷം വിചാരിക്കേണ്ട. സ്വാഭാവിക പരിശോധനയാണെങ്കിൽ ഇവിടെ ഇടതുപക്ഷത്തിന്റെ 10-50 MLA-മാരും ഇവിടെ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരും ഇവരൊക്കെ ഇവിടെ നിലമ്പൂരുണ്ടല്ലോ. ആരുടെയെങ്കിലും പെട്ടി പരിശോധിച്ചായിട്ട് നിങ്ങൾ കണ്ടോ? അല്ല, തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം നാടകങ്ങളുമായിട്ട് വരിക, ഭീഷണി ഉയർത്തുക, എന്നിട്ട് ഓരോ പ്രതീതി സൃഷ്ടിക്കുക, അതിൻ്റെയൊക്കെ ഒരു കാലം കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി തിരഞ്ഞെടുപ്പ് സംബന്ധിയായ സാധാരണ പരിശോധനകളിൽ നിന്ന് UDF നേതാക്കന്മാരുടെ വാഹനങ്ങൾ ഒഴിവാക്കണം എന്നൊരു നിയമം നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. ഇതിനോടൊന്നും പ്രതികരിക്കാൻ ഞങ്ങളില്ല. ഇവർക്ക് വേറൊന്നും പറയാനും ചെയ്യാനും ഇല്ലല്ലോ. അപ്പോൾ ഏതെങ്കിലും നേതാക്കന്മാരുടെ പെട്ടി പരിശോധിച്ചാൽ അത് വലിയ വാർത്തയാവുമല്ലോ. മൂപ്പർക്ക് പെട്ടിയെ പറ്റി ഭയങ്കര ധാരണയാണ്. മനസ്സിലായോ? പെട്ടിയിലാണല്ലോ ഈ സാധനം ഇങ്ങനെ വരുന്നല്ലേ. പല ജാതി പെട്ടികളിലാണല്ലോ മരുമകനും മകൾക്കൊക്കെ സാധനം വരുന്നത്. അപ്പോൾ പെട്ടിയോടൊരു താല്പര്യം, പ്രത്യേകിച്ച് ഈ ട്രോളി ബാഗ് കാണുമ്പോൾ. കാരണം ഒരു 1.5 കോടി 2 കോടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ട്രോളിയിൽ ഇങ്ങനെ ഉരുട്ടി മുഖ്യമന്ത്രിൻ്റെ ഹൗസിലേക്കോ ഈ പറയുന്ന ഓഫീസിലേക്കൊന്നും വരാൻ ഒരു പ്രയാസമില്ല. അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് ഉറക്കത്തിൽ നിൽക്കുമ്പോൾ പെട്ടിയെക്കുറിച്ച് ഓർമ്മ വരും. അതായിരിക്കും ആ പെട്ടി വിവാദം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.